Hello everyone, welcome to Delicious Recipes. ഇന്നൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇഞ്ചി തൈരാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സദ്യയിലെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും 2 ഉണക്കമുളകും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകുമാണ്. ഈ പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോര് പോലെ ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു റെസിപ്പിക്ക് നല്ല കട്ട തൈര് തന്നെ വേണം. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. 1.5 കപ്പ് തൈരാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി തൈര് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഉണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ഇതിപ്പോൾ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അതേ പാനിൽ തന്നെയാണ് ഇപ്പോൾ കടുക് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ട് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി തൈര് പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. പച്ചടിയൊക്കെ ചെയ്യുന്നത് പോലെ തേങ്ങയും കടുകും ഒക്കെ അരച്ചിട്ടും ഇഞ്ചി പച്ചടി നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കാതെയാണ്, വളരെ എളുപ്പത്തിലാണ് ഈ ഇഞ്ചി തൈര് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തൈരിലേക്ക് ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.